നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇനി അതെങ്ങനെയായാലും കാര്യമാക്കണ്ട. നിന്നോ ഇരുന്നോ മുട്ടുകുത്തിയോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോ. അതിലല്ല കാര്യം. അതിലും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചു വേണം പ്രാർത്ഥിക്കാൻ. എങ്കിലേ ആ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കൂ. മർക്കോസ് 11:24 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. പക്ഷേ 25, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ, നിങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം. 26 വാക്യം, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നമ്മുടെ പാപങ്ങള് കർത്താവ് നമ്മോട് ക്ഷമിച്ചതുകൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്നത്. ദൈവം നമ്മുടെ പാപങ്ങൾ ഓർമ്മ വെച്ചാൽ നമുക്കിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കാൻ കഴിയില്ല. ദൈവം നമ്മോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരുടെ കുറ്റങ്ങള് പാപങ്ങള് എല്ലാം ക്ഷമിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നമ്മെ ദ്രോഹിച്ചവര്, നമ്മെ കുത്തുവാക്ക് പറഞ്ഞ പ്രിയപ്പെട്ടവര്, നമ്മെ വേദനിപ്പിച്ചവര്, നമ്മെ ഒറ്റപ്പെടുത്തിയവര്, അവരോടെല്ലാം നമുക്ക് ക്ഷമിക്കാം. അവരുടെ പിഴകളെ ക്ഷമിക്കാം. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിക്കാം. അപ്പോൾ സ്വർഗസ്വനായ നമ്മുടെ പിതാവ് നമ്മോടും ക്ഷമിക്കും.